പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. അത്യാവശ്യം നല്ല മഴയൊക്കെ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. കാലാവസ്ഥ വകുപ്പ് പറയുന്നത് വേനൽ മഴയാണ് എന്നാണ്. പക്ഷെ നമ്മൾ പറയുന്നത് മഴക്കാലം നേരത്തെ തുടങ്ങിയല്ലോ എന്നാണ്. ന്യൂനമർദ്ദം ഉണ്ടെന്നൊക്കെ പറയുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിച്ച് ശീലിച്ചവരാണ്. നാളെ എന്ത് എന്നതിനേക്കാളേറെ ഇന്നത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മൾ സാമർഥ്യം കാണിച്ചവരാണ്. കൊറോണ കാലവും 2018 മുതൽക്കുള്ള മഴക്കാലവും ഒക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ്. പിന്നെ ഈ മഴക്കാലം നമ്മുടെ ഭരണപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിനൊരു സുവർണ അവസരമാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. ദേശീയപാതയിലെ വിള്ളലുകളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ എല്ലാവരും അറിയുന്നുണ്ടാവും. പേടിയാവുകയാണ് വിള്ളലും റോഡ് ഇടിയുന്നതൊക്കെ കാണുമ്പോൾ. നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ മരുമകനൊക്കെ തമാശ പറയുന്നത് പോലെ ആവില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ആർക്കും ക്രെഡിറ്റ് വേണ്ട. സമാപന പരിപാടിക്ക് മുന്നേ ഫ്ലെക്സ് അടിച്ച് സർക്കാർ ആകെ വെട്ടിലായിരിക്കുകയാണ്. റോഡിൻ്റെ ക്രെഡിറ്റൊക്കെ അവരുടെ ഫ്ലെക്സിൽ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതേക്കുറിച്ച് വലിയ രീതിയിലൊന്നും ആരും വീമ്പളക്കുന്നില്ല. എന്നാലും നമ്മുടെ മരുമകൻ ഇപ്പോഴും മുഖ്യമന്ത്രി സാറിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തലയണ മന്ത്രമാവും എന്ന്. എല്ലാവരും തള്ളി പറയുമ്പോൾ ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ. എന്തൊക്കെ തലയണ മന്ത്രം ആയാലും പകൽ പോലെ തെളിഞ്ഞ് കാണുകയാണ് സർക്കാരിൻ്റെ അഴിമതി. 2016 പ്രകടന പത്രികയിൽ റോഡ് വികസനം കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടായിരുന്നു. അതിന് പിണറായി വിജയൻ ഒരുപാട് ഓടി നടന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അവസാനിച്ചത് വിള്ളലുകളിൽ ആണെന്ന് മാത്രം. നമ്മുടെ ക്യാപ്റ്റനും സംഘവും കണ്ണടിച്ച് ഇരുട്ടാക്കുന്നുണ്ടെങ്കിലും ആ ഇരുട്ടുകൊണ്ടൊന്നും റോഡിലെ വിള്ളലുകൾ മായ്ക്കാൻ പറ്റുന്നില്ല എന്നത് വലിയൊരു കാര്യം തന്നെയാണ്.